വണക്കം ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൂന്നാർ ബ്ലോഗിന്റെ പാർട്ട് 1. പേടിക്കേണ്ട, നാടകം ഇപ്പൊ തന്നെ തുടങ്ങുന്നതായിരിക്കും. 2-3 പടം നിങ്ങൾ കാണും. ഇങ്ങനെയൊക്കെയായിരുന്നു ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ശ്രീരാജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാർ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പൂക്കി വൈബ്സ് ഗൈസ്, പൂക്കി വൈബ്സ്. അങ്ങനെയല്ല, മണി സമയം ഒന്ന് പറയുമോ? സമയം ഞാൻ അറിയില്ല, എൻ്റെ 4:50. അപ്പോൾ വി റീച്ച് മൂന്നാർ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ജേണി സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ സന്തോഷാചാര്യ നിഷ്മോൾ കുറേ പേരുണ്ട് ഗൈസ്. ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഐ ആം കമ്മിങ്. കമ ഗേൾസ്, ഇതാണ് നമ്മുടെ ഗേൾസ് ടീംസ്. ഒരു ഗേൾ ടീം കൂടെ ഉണ്ട് അവിടെ കുത്തിയിരിക്കുന്നു, അവിടെ പങ്കെടുക്കുന്നത്. കമ്മിങ് ഗൈസ്. വാ, വരുന്നു. നമ്മൾ മറ്റേ അഭ്യർത്ഥന പ്രകാരം മാത്രം തിരിച്ചിരുന്ന ഇത് അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പ് ആരംഭിക്കണം. എന്ത് തേങ്ങയാണ് കാണിക്കുമ്പോൾ എനിക്ക് ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ പക്ഷേ പൊളിക്കും ഗൈസ്. പൊളിച്ച് കുറേ പൈസ ഇവിടെ തന്നെ കൊടുത്ത് ഗൈസ്. ഇനി ഒന്നും പറയാനില്ല. വി ആർ എ ട്രാവൽ ലോഞ്ച് മൂന്നാറാണ് ഗൈസ്. മൂന്നാർ എത്തിയിട്ടില്ല, അടിമാലി എത്തിയതേ ഉള്ളൂ. ഇനിയും ഉണ്ട് 2 മണിക്കൂറിന് ട്രാവൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താകുമെന്ന് എനിക്ക് പറഞ്ഞില്ല. അതുപോലത്തെ മറ്റേ വെരി നാച്ചുറൽ, നോ മേക്കപ്പ് ലുക്സ്. പൂക്കി വൈബ്സ് ഗേൾസ്, പൂക്കി വൈബ്സ്. അയ്യോലും മറ്റേ പൂക്കി എല്ലാരും സെറ്റായി. ആള് മാത്രമേ ഉള്ളൂ ഗൈസ്. ശരി ഗൈസ്, അപ്പോൾ ബാക്കി പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചിട്ട് ബൈ. ഇതൊന്ന് സോർട്ട് ചെയ്യട്ടെ. രാവിലെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം ക്രോസോം തിന്നുന്ന ഒരു മഹാനെ നിങ്ങൾ കാണുന്നു 4:45. അച്ഛാ നോക്കൂ. വെരി റോ. ഇത് hot chocolate. Who needs? Oh, that's funny fellow needs. Come. Oh, Patalkan is not entertained. Arimavan is entertained. That's a hot chocolate, man. വാ കഴിക്ക്. കൊടുക്ക്, എല്ലാത്തിനും കൊടുക്ക്. ആരും ബഹളം വെക്കണ്ട. അക്ഷയ, ഹോട്ട് ചോക്ലേറ്റ് എൻജോയ്. ക്രോസോൺ ആണോ? മുക്കി തിന്നു. See where is the people? All will be coming along in the. അക്ഷയ്, നിനക്ക് എന്താ വേണ്ടേ? ഹീസ് സ്ലീപ്പിംഗ് പീസ്ഫുള്ളി. കിട്ടി, അക്ഷയ കിട്ടി. അക്ഷയ് യൂട്യൂബിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ബിവെയർ. മറ്റേ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ. അവനെ ക്ലോസപ്പ് കിട്ടുന്നില്ല ഗൈസ്. 1 മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ കിട്ടി. ഷൂ നോക്കേ. പോലീസുകാരൻ ഇസ് വെരി. അവൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു ഗൈസ്. മിനിമോൾ ഇസ് ഹാവിങ് കോഫി. മിനിമോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ ഇരിക്കും. മിനിമോൾ പഞ്ചാര ഇടാതെ കുടിച്ച് കഴിഞ്ഞാൽ ക്യാപിച്ചിനോ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഓന്ത് തെളിയാതെ നിൽക്കുന്നല്ലോ. എന്താ വേണം? അതെന്തുവാ? നമ്മള് ട്രാവൽ ലോഞ്ചിലാണ്. ട്രാവൽ ലോഞ്ചിൽ വേറെ കുറച്ച് കാര്യങ്ങൾ. രാവിലത്തെ എൻ്റെ മോന്ത് നിങ്ങൾ നോക്കണം ഗൈസ്. ഇത് ഭയങ്കര ഓക്വേർഡായിരിക്കും, പക്ഷേ ഐ വിൽ ഷോ യു സംതിങ് അറൗണ്ട്. There is feeding room. There is a very അടിപൊളി ഇത് ഏതാ cafe with multiple things and all. Will be having കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുറേ ടീംസ്. ദിസ് കുറേ അലവലാതെ ടീംസ്. And you have something like this. And this is the race streets. See? Toro. And there is rooms also. See? നമ്മൾ തന്നെയാണ് കഴിച്ചത് മൊത്തം. ഡാഡി ചിരിക്ക്. അതേ നോക്കി ചിരിക്ക. അങ്ങോട്ട് നോക്കി ചിരിക്ക്. കണ്ണാടി നോക്കി ചിരിക്ക്. പൊക്കോ. എന്തിനു പോണം? എന്താണ് മാമ ആലോചിക്കുന്നത്? കുറച്ച് നേരം ആലോചിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ട്രാവൽ ലോഞ്ച് ആൻഡ് ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ആൻഡ് അടിപൊളി സ്പേസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത് മൂന്നാറാണ് കേട്ടോ. മൂന്നാറാണെങ്കിലും ക്ലൈമറ്റ് ഇസ് സോ അടിപൊളി.
കാണാൻ പറ്റുന്നോ എനിക്കറിയില്ല. ട്രാവൽ ലോഞ്ച് ഫോക്കസ്ഡ് ആവുന്നില്ലല്ലോ ഗൈസ്. കണ്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ട്രാവൽ ലോഞ്ച്. അപ്പോൾ നമ്മൾ രാവിലെ വന്നു. രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തതൊന്നും ഞാൻ വലിയ കാര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും എടുക്കാഞ്ഞതാണ്. ആൻഡ് എനിഹാവ് അങ്ങനെ എങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കൊച്ചു പിള്ളേരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഉപദ്രവിക്കുന്നു ഗൈസ്. നമ്മൾ എന്തൊരു സാധനം അവർ മേടിച്ചു നോക്കട്ടെ. സാധനം ഇവിടെ ഒന്ന് താടാണോ നോക്ക്. സോസ് സ്പ്രേ. ഇത് നമുക്ക് ഇവന്റെ മുഖത്ത് വായിലായിട്ട് വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമന്റും പൊട്ടിച്ചേക്കണേ. ഇതിൽ കൂടുതൽ ആരും പറയും ഗൈസ്. രാവിലെ വാ പറയടാ. എക്സ്പ്രഷൻ കിട്ടാൻ ആർക്കെപ്പോ ഇപ്പൊ കിട്ടാത്ത യാഷ് കിട്ടാൻ ലവനെ കിട്ടും. കിട്ടി. ഇത് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നീ ഇതിന്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? എടാ പ്ലീസ് എടാ ഒരു എക്സ്പ്രഷൻ കിട്ടാനല്ലേടാ. ഇത്ര നിങ്ങളോടൊന്നും എനിക്ക് എത്തത്തില്ല. അപ്പൊ പൈസ ഇടാ 500 രൂപ പെർ ഹെഡ്. 2 അടിക്കും 500. ഓ ഗൈസ് ഓറിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടിയത്. എന്നാലും നീ സന്തോഷമുണ്ട് ഗൈസ്. ഈ കൊന്നത്തെങ്കിലും നമുക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. സന്തോഷമായോ? അതടുത്തതും അതൊക്കെ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ ഗൈസ് പറയും. സ്വന്തമായിട്ട് വായിലടിക്കുക. എല്ലാവർക്കും വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും കമന്റും പിന്നെ ഷെയറും നെക്കി പിടിച്ച്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഇത്രയും പ്രോത്സാഹനം തരുന്ന വേറെ ആരുണ്ട്? നിനക്ക് നാണുണ്ടോടാ ഇങ്ങനെ ജീവിക്കാൻ? കണ്ടോ, സ്വന്തം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത് വേറെ ആരുണ്ട്? ഞെക്കി പൊട്ടിക്ക് ഗൈസ്. ലൈക്ക് ഷെയർ എങ്ങനെയാണ്? ഷെയർ മറ്റേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇല്ല കുറെ സാധനങ്ങൾ വരാനുണ്ട്. അടുത്തത് ഓർഡർ ചെയ്തത് വന്നില്ല. ഇല്ല. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പ്രാന്തന്മാരെയൊക്കെ ഏകദേശം നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രാവൽ ലോഞ്ച് ആണ് കേട്ടോ. അടിമാലിയാണ് ട്രാവൽ ലോഞ്ച് വരുന്നത്. മൂന്നാറെത്തുന്നതിന് കുറച്ച് മുന്നേ. അപ്പോൾ രാവിലേക്ക് എത്തുകയാണെങ്കിൽ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് പറ്റിയൊരു സ്പേസാണ്, ഫ്രഷപ്പ് ആവാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചവിട്ടിയായിരുന്നു. നമ്മൾ കുറേ 3 മണിക്കൊക്കെ കണ്ട് കയറിയതാണ്. കുറേ നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ നടക്കുമല്ലോ. എന്തോ വലുത് വരുന്നുണ്ടെന്നൊക്കെ. കാണി എന്തെങ്കിലും കാണിക്കാം അമ്മ. കാച്ച പിടിച്ചു കൊടുക്കടാ. കിട്ടും യൂട്യൂബ് വീഡിയോ ആണ്. രാമു അമ്മ എന്ത് കാണിക്കുന്നേ? മതിയടാ ചെറുക്കനോ. ദിസ് ഇസ് മൈ വൺ ആൻഡ് ഓൺലി അളിയൻ ആൻഡ് വി ആർ വെരി ഫ്രണ്ട്ലി. കുടിക്കാൻ പറഞ്ഞ് പാവം കുടിക്കുന്നുണ്ടില്ലേ? എന്തോ അതുപോലെ അറിഞ്ഞൂടെ. സ്വന്തമായിട്ടൊക്കെ കുടിച്ചാൽ മതി എന്നൊക്കെ. അത് പീച്ച് ഐസ് ടീ എല്ലാവരും കുടിച്ചു നോക്ക്. എക്സ്പീരിയൻസ് 250 രൂപയുടെതാ കുടിക്കുക എല്ലാവരും. പീച്ച് ഐസ്ക്രീം. ഇത് നമുക്ക് പരീക്ഷിച്ചു. എന്താണ് ചായക്കകത്ത് പീച്ചിട്ടതുപോലെ ഇരിക്കുന്നു. ഐസ് ചെയ്യാ ചെയ്യൂടാ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അക്ഷയ്ക്ക് കൊടുക്കാം കുറച്ച്. അപ്പൊ ഞാൻ ഫുഡല്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അടിപൊളിയാണോ? അവർക്ക് ഇഷ്ടമായി. നമ്മുടെ പ്രശ്നമായിരിക്കും. ഗൈസ് രാവിലെ എത്തിയിട്ട് ഇത് കുറെ നേരം കൊണ്ട് നമ്മൾ ട്രാവൽ ലോഞ്ചിൽ മാത്രമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ മമ്മി? ഇഷ്ടപ്പെട്ടില്ല ഒന്നും.
രാവിലെ ബാത്റൂമിൽ പോകാതിരിക്കാൻ ഗുളികയിൽ നിന്നിട്ട് വേണമില്ല കീഴിലുള്ള ദിവസം നിൽക്കുന്ന ലേ മാതാജി. ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ അടിപൊളി ബാത്റൂം ഉണ്ടെന്ന്. പോട്ടെ, അമ്മയ്ക്ക് മാത്രമേ ഈ അബദ്ധം പറ്റുള്ളൂ ഗൈസ്. ബാക്കി എല്ലാവരും ബാത്റൂമിൽ പോയി. സങ്കടം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? സോമസിച്ച് കണ്ടില്ല എൻ്റെ ബ്ലോഗിൽ. ഹലോ ഗൈസ്, പറ മമ്മി. എനിക്ക് വയ്യ, അമ്മയമ്മയാണ് പോലും. തള്ളേക്കെ ബ്ലോഗിനെ മറ്റേ മൊത്തത്തിൽ നശിപ്പിക്കുന്നു. അങ്ങനെ വിജയകരമായി നമ്മ കുളി നന പല്ലുതേപ്പ് ഒക്കെ കഴിഞ്ഞ് വേണം കയറി ഗൈസ്. എൻ്റെ ഈ കുറേ പേരുണ്ട്. നമുക്ക് ഇനി അടുത്ത പരിപാടികളിലേക്ക് പോകാം. നമ്മളിനി ഇറവികുളം നാസ്താൽ പാർക്കിലേക്ക് പോവുകയാണ്. പോയി നോക്കാം. വരയാടെ കിട്ടിയാ കിട്ടി, കണ്ടാ കണ്ടു, പോകണ്ടേ. ഇപ്പോൾ സമയം എത്രയായി? ടൈം ഈസ് 5:37. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അടുത്തിട്ട് വേണം. ചേട്ടാ അടിപൊളിയാണ് കേട്ടോ മൂന്നാർ കാണാൻ. ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് കുറേ നാൾ മുമ്പാണ് കേട്ടോ. ഞങ്ങൾ കുഴി ചാടിയതാണ്. ബിറ്റ്വീൻ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. ഞാനിത് ന്യൂ ഇയർ ടൈമിൽ പോയതാണ് കേട്ടോ ഈ മൂന്നാർ ട്രിപ്പ്. അത് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പായിരുന്നു. ഞങ്ങളെല്ലാം ന്യൂ ഇയേഴ്സിനും എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ, അങ്ങനെ പോയ ട്രിപ്പാണ്. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നിയതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ കാണും, രസമുണ്ടാവും. കുറേ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്കിനി പോയി എന്തെങ്കിലും കയറ്റാം, അതായത് കഴിക്കാം. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് 7 മണി തൊട്ട് നമ്മളിങ്ങനെ തെണ്ട് തിരിഞ്ഞ് ലാസ്റ്റ് നമുക്ക് 7:30 ആയപ്പോൾ ശരവണമാവൻ കുത്തി തുറന്ന് ഇവിടെ കുത്തിയിരിക്കുകയാണ് നമ്മൾ. ഭയങ്കര തണുപ്പ്, ഭയങ്കര മഴ. ആരും മൂന്നാർക്ക് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തൊട്ട അടിച്ച് പോയടിച്ച്. ഞാൻ ഉദ്ദേശിക്കുന്നതല്ലായിരുന്നു. എൻ്റെ വെതർ ഫോർകാസ്റ്റിൽ 23 എൻ്റെ വെതർ ഫോർകാസ്റ്റ്. ഇപ്പം അപ്പോൾ ജീവിച്ചിരിപ്പല്ല. എന്തെങ്കിലും ചെയ്യും. 23 എൻ്റെ വെതർ ഫോർകാസ്റ്റ്. എന്താ പടജി? യെസ്, കയറിക്കോ. അതെൻ്റെ പീസാണ് ഗൈസ്. പിന്നെ അങ്ങനെ വെതർ ഫോർകാസ്റ്റ് 23 കാണിച്ചിട്ട് ലാസ്റ്റ് വെതർ ഫോർകാസ്റ്റ് മാറി ഇപ്പൊ 15 13 ഒക്കെ കാണിക്കുന്നു. ജാക്കറ്റില്ലാതെ ഞങ്ങൾ 2 അലവലാദികൾ 3 അലവലാദികൾ ഇവന്റെ വേറെ ജാക്കറ്റ് ഉണ്ട്, മറ്റേ പല്ലിയുടെ കുഞ്ഞിനെ പോലില്ലേ. അങ്ങനെ ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഈ ജാക്കറ്റിനകത്ത് അതെനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ പല്ലിയുടെ കുഞ്ഞിന്റെ സ്വന്തമായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ശരവണ ഭവൻ കുത്തി തുറന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് പോവുകയാണ്. ബൈജു ഈസ് വാമിങ് അപ്പ്. ജോബ് ചെയ്യുന്നു. ബൈജുവിന് ഇത് പ്രശ്നമില്ല. ഞാനാണ് ഗൈസ് അത് കണ്ടുപിടിച്ചത്. എന്നെ കുഞ്ഞായിരുന്നപ്പോ ഈ വിശാശും ബാക്കത്തെ വിശാശും തണുപ്പ് വിഷയമില്ലെന്നോ. എനിക്ക് വിഷയമാണ്. എനിക്ക് വിഷമൊക്കെ പറ്റൂല ഗൈസ്. എനിക്ക് പിന്നെ പറ്റും, വിഷമൊക്കെ ഒട്ടും പറ്റില്ല. അപ്പൊ ഗൈസ് ഓക്കെ, മസാല ദോശ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ സൗണ്ടിന്റെ ഇടയ്ക്കൂടെ ഞാൻ പറയുന്നത് ഒന്നും ഉണ്ടായിരിക്കും. മോൻ തിന്നണ്ട, അമ്മയുടെ മോൻ തിന്നണ്ട, അമ്മ തിന്നുന്ന കാര്യമോ പറഞ്ഞേ. ഇത് സെൻസർ ചെയ്യേണ്ടി വരും. ലൈൻ കട്ട് സെൻസർ ചെയ്യേണ്ടി വരും. എന്റെ പാവപ്പെട്ട പല്ലി ഇവിടെ ഉറങ്ങുമായിരുന്നു ഗൈസ്. പല്ലി ചോദിച്ച് മേടിച്ചതാണ്. അപ്പൊ കുട്ടപ്പന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ പോയാ എനിവേസ് മസാല ദോശ വരുമ്പോൾ ഞാൻ കാണിച്ചത് ബാക്കിൽ കേട്ടോ. അത് ഈ മനുഷ്യൻ്റെയാണ് ഒരു എക്സ്ട്രാ. അമ്മച്ചി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ വൈദ്യഭാവമായി മറ്റേ മസാല ദോശ വരുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഒരു മൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂടൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പ്. സെൻസർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ മസാല ദോശ ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും മസാല ദോശ, ഒരു പ്ലെയിൻ ദോശ. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞു. ഈ എലിക്കുഞ്ഞ് എന്താ ഇങ്ങനെ? എന്താ പറ്റി മക്കളെ? എലിക്കുഞ്ഞിന് വായി ഗൈസ്.
എന്റെ മറ്റേ പല്ലിക്കുഞ്ഞ് തിരിച്ച് അതിന്റെ സ്വന്തം തള്ളയുടെ അടുത്ത് പോയിട്ടുണ്ട്. എന്റെ പല്ലിക്കുഞ്ഞ് മറ്റേ ഇന്റർവെല്ലിന് വേണ്ടി വന്നതാണ് കേട്ടോ, അതിന്റെ സ്വന്തം അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ്. ഉള്ളത് മതി. രസമുണ്ട് കളർ റേഡിയേഷൻ. ഇത് രണ്ട് ആരെങ്കിലും ആവട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോയി. ഈ വേട്ടാവളിച്ചിക്ക് ഇത്രയും വലിയ ദോശ എന്തിനാണ് ഗൈസ്? അതിന്റെ പകുതി നമുക്ക് കൊടുത്താൽ മതി ഗൈസ്. ഇവർക്ക് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മസാല ദോശ ചിലപ്പോൾ വന്നില്ല ഗൈസ്. അക്ഷയ അരമണിക്കൂർ വൈകി പറഞ്ഞതുകൊണ്ട് അവിടെ വായി നോക്കിയിരിക്കുന്നു. ഈ പല്ലിക്കുഞ്ഞ് മാത്രം തിന്നുന്നില്ല ഗൈസ്. പല്ലിക്കുഞ്ഞിന്റെ അച്ഛനെ വിളിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ആക്രാന്ത് കൂടുതലായിട്ടാണ് അല്ലേ നിഷിമോൻ? കോരിയങ്ങ് ഒഴിച്ചു കയ്യിലും കാലിലും ഒക്കെ, എന്നിട്ട് തുടക്കുക. അക്ഷയ മറ്റേ ആറ്റി കുടിക്കുന്നു. എന്റെ ക്യാപ്പി ഗൈസ്. ഇത് മറ്റേ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആണ് ഗൈസ്. നമുക്ക് രാവിലെ എന്താ കിളിയോ കിളിക്കൂടോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ടീം. ബാത്റൂമിൽ പോണോ ഇരവിയുള്ള നാഷണൽ പാർക്കിൽ കയറി. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വി ഡോണ്ട് ഹാവ് വ്യൂസ്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ നോക്കുന്നത് മഴയുള്ളത് കൊണ്ട് നമുക്ക് ജാക്കറ്റ് വേണമെന്ന്. ഇവിടെ ജാക്കറ്റിന് 100 രൂപ. അങ്ങനെ താഴെ പോയി വില പീസ് നിങ്ങൾ 85 രൂപയ്ക്ക് ജാക്കറ്റ് വരും. 80 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം മനസ്സ് പറഞ്ഞ് ഞാൻ 85 രൂപയ്ക്ക് വായിച്ചു. ഇല്ലടി ഇവിടെ 100 അല്ലേ. സോ അങ്ങനെ നൈസ് ഗായ്സ്. ഞങ്ങളുടെ വീട്ടിലെ ഫ്ലാഗ് രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പോ. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കും. തരും കുടുംബത്തിന് ഒരുമിച്ച്. ഹലോ ഗോയ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ലൈക്കും സബ്സ്ക്രൈബും കമന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹം കാണിക്കുക. ഞങ്ങൾ സയമീസ് തുരട്ടകൾ ഗൈസ്. വേറൊരു സയമീസ് തുരട്ടുണ്ടല്ലോ പച്ചയിട്ട് കള്ളക്കോട്ടിൽ വിശ്വസിച്ചിരിക്കും. ഏതോ പരിപാടിനെ കാണാൻ പോവാ. കണ്ടാൽ മതിയായിരുന്നു ഏതെങ്കിലും ഒന്നിനെങ്കിലും. പോയി വരാം ഗായ്സ്. എന്താവും പരിപാടിനെ കാണും. പരിപാടിന്റെ പച്ച കണ്ട് പേടിക്കണം. മൈ ഗോഡ് ഗായ്സ്. ഗായ്സ് നല്ല രസമാണ് ഗായ്സ്. നോക്കുക നമ്മൾ കൊണ്ടുതരം പറയാതിരുന്നോണ്ട് നല്ല രസമുണ്ടല്ലേ ഗായ്സ് കാണാൻ. സംഭവം ഇരവികുളം നാഷണൽ പാർക്കിൽ പോകുന്നവരാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് വളരെ നല്ലൊരു തീരുമാനം. പിന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാം. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തോരം തിരക്കൊണ്ട് വിടുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വളരെ തിരക്ക് കുറവായിരുന്നു. ഈസി ആയിട്ട് പോകാനും പറ്റി. ഞങ്ങൾക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ കറക്റ്റ് എണ്ണമൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നേരത്തെ വരികയാണെങ്കിൽ സുഖമായി വരയാടിനെ കാണാൻ പോകാൻ പറ്റും. അപ്പം ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. മറ്റൊന്നും ബഹളമാണല്ലോ. അപ്പോൾ ഈ കാര്യം ഇതാണ് കേട്ടോ. നോക്ക്. ഓഹോ കാലയ കിട്ടിയില്ല. എങ്ങനെയല്ല കാണാൻ വരുമോ? നമ്മളെ നാറിന്നൊക്കെ കോട്ടും മേടിച്ചിട്ട് 100 രൂപയുടെ കുടുംബസമേത
ചേട്ടാ ഒരു വരയുടെ കാര്യം തീർക്ക ഒന്നുമില്ലേ ആണോ എന്നാ പോര് എന്നാ പോയിട്ട് വരാം കണ്ടിട്ട് വരാം അടുത്തിരിക്കുന്ന ആടിനെ പോലും കാണാൻ വയ്യുന്നു പിന്നെ ആടിനെ ഗൈസ് ഇവര് വണ്ടിയിൽ അവിടെ കൊണ്ട് വിട്ടിട്ട് പിന്നെ നമ്മളൊരു 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. ഞങ്ങൾക്ക് വരയാടിൽ നിന്നും കിട്ടിയില്ല, കാരണം നിറയെ മഴയും മഞ്ഞും കൊടിമഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ഒരു തേങ്ങയും കിട്ടിയില്ല. അവസാനം വരെ നടന്നു. അതിൽ മിനിയൊക്കെയാണ് മിടുക്കി, പകുതിക്ക് വെച്ച് അങ്ങ് സൈഡ് ഒതുങ്ങി എവിടെയോ കുത്തിയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് ഈ സാധനത്തിനെ പിക്ക് ചെയ്ത് വീട്ടിൽ പോവാം. കണ്ടോ ഗൈസ്, ഞങ്ങൾ കറക്റ്റ് സമയത്ത് നേരത്തെ വന്നത്. കുറേ പീപ്പിൾ ഉണ്ട്. ഇത് ഇറങ്ങടാ ഗൈസ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്ക്. ഈ ബാഗ് കിടന്ന് കൂടെ വെള്ളം വെക്കുന്നവരെ നിങ്ങൾ മൈൻഡ് ചെയ്യണം. നിങ്ങൾ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ. എന്റെ തൊണ്ട അടിച്ചു പോയി ഗൈസ്. ഇവര് തമ്മിൽ അങ്ങ് വഴക്കാണ് ഗൈസ്, മാമനും കൊച്ചുമോനും. ലേസിന്റെ പേര്, പച്ച ലേസിന്റെ പേരിലൊക്കെ അടികൂടുന്ന ടീംസ്. ഇനി അടുത്തത് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. പോയി എത്തിക്കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ഓഫ് സ്പോട്ടാണ്, ഓഫ് ബീച്ച് സ്പോട്ടാണ്, പക്ഷെ ഇറ്റ്സ് എ വെരി വെരി ക്രിയേറ്റീവ് സ്പോട്ട്. അപ്പം നമ്മൾ ടാറ്റയുടെ ചാറ്റയുടെ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചാറ്റയുടെ ഇവിടെ വന്നു കേട്ടോ. എന്ത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവർക്ക് കുറേ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നല്ല സ്പോട്ടാണ്. പക്ഷേ ഹാൻഡ് മെയ്ഡ് പേപ്പർ പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ. അതിൻ്റെ പേര് അതുല്യ, ആരണ്യ നാച്ചുറൽസ് അങ്ങനെയൊക്കെ. ഇത് കാണാനാണ് വന്നത്. മെയ്ഡ് പേപ്പേഴ്സിന് അതുല്യ, പിന്നെ അരണ്യ വേറെ പ്രോജക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പൂ പിടിക്കുന്നതൊക്കെ ആൻറ്റി ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുന്നു ഗൈസ്. കയറുമ്പോൾ ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വിൽ ബി ആൻ എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. നമ്മൾ പലപ്പോഴും മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഈ കറക്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് മാത്രമല്ലേ പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല. ടാറ്റയുടെ ഒക്കെ ഈ ഇതുപോലത്തെ ചാരിറ്റബിൾ ട്രസ്റ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം അടിപൊളിയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്നൊക്കെ. ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് മൊത്തം സെല്ല് ചെയ്യുന്നത്. വെബ്സൈറ്റിലൊക്കെ കാണുന്ന ചില പ്രിന്റുകളൊക്കെ ഇവിടെ നിന്നാണ് പ്രിന്റ് ചെയ്ത് പോകുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളി സ്പേസാണ്. ഇനി ഫുഡ് മുഖ്യം. അടുത്ത ഫുഡ് പരിപാടി. അപ്പൊ തിരക്കാർക്കും മാളവിക സൈകളിലൊക്കെ എവിടെയോ സീറ്റ് കിട്ടിയവർ. അയ്യോ, മൂന്നാറിലൊക്കെ നല്ല പീക്ക് ടൈമിൽ വരുവാണെങ്കിൽ സ്റ്റേഷൻ ഹോട്ടലൊന്ന് നോക്കി വെച്ചോട്ടോ. ബോർഡ് വായിച്ചൊന്നും മനസ്സിലാവത്തില്ല, എന്നാലും നല്ല ഫുഡാണ് കേട്ടോ. അടിപൊളിയാണ്. ശരിക്കും അടിപൊളി ഫുഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് നല്ല ഫുഡുമാണ്. പിന്നെ നേരെ ഹാപ്പി ടമ്മി ആയിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടാ പൈസ ചോദിക്കുന്നത്? ഒരു ഫോട്ടോ എടുത്തതിനാണ്. അയ്യോ, എന്നെയാണല്ലോ കാണുന്നത്. തെറ്റിപ്പോയി ഗൈസ്, തിരിച്ചു കാണിച്ചു തരാം. സീനിക് ബ്യൂട്ടി മാൻ. ഇതൊക്കെയാണ് ഹിഡൻ ആയിട്ടുള്ള ഫോട്ടോ പോയിന്റ്സ്. ഇത് ഇങ്ങനെ ഇതെന്തോ പറ്റിയതാന്ന് എനിക്കറിയാമേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് പാർട്ടിൽക്കിടയിലും കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫോളോ ഫോർ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ മൂന്നാറിലെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകളും നല്ലൊരു സ്റ്റേയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ്. അണ്ടിൽ ദെൻ ബൈ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.